ഹൈറിച്ച് ഓൺലൈൻ തട്ടിപ്പ് കേസിൽ കണ്ടുകെട്ടിയ 200 കോടിയിലധികം രൂപ പലിശയുള്ള ട്രഷറി ഡെപ്പോസിറ്റാക്കി മാറ്റാൻ ഹൈക്കോടതി ഉത്തരവ്. 2 ആഴ്ചയ്ക്കകം നടപടിയെടുത്ത ട്രഷറി ഡെപ്പോസിറ്റ് വിവരവും പലിശ നിരക്കിന്റെ വിശദാംശങ്ങളും കോടതി അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട്. വിവരങ്ങളുമായി ലീഗൽ കറസ്പോണ്ടന്റ് ഷപ്നയുണ്ട്. ഷപ്ന, എന്തെല്ലാമാണ് കോടതി പറഞ്ഞിരിക്കുന്നത്? സംഗീത 2 ആഴ്ചയ്ക്കകം നടപടിയെടുത്ത് ട്രഷറി ഡെപ്പോസിറ്റ് വിവരവും പലിശ നിരക്കിന്റെ വിശദാംശങ്ങളും അറിയിക്കാൻ ജസ്റ്റിസ് പി ഗോപിനാഥാണ് ബഡ്സ് ആൻഡ് ആക്ട് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകിയത്. 212 കോടിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയ അതോറിറ്റിയുടെ നടപടി തൃശൂർ അഡീഷണൽ സെഷൻസ് കോടതി സ്ഥിരപ്പെടുത്തിയിരുന്നു. ഇതിനെതിരെ ഹൈറിച്ച് ഉടമകളായ KD പ്രതാപനും ഭാര്യ ശ്രീനയും നൽകിയ അപ്പീലിലാണ് ഇത്തരത്തിലൊരു ഇടക്കാല ഉത്തരവ് കോടതി ഇട്ടത്. കേസ് നടപടികളുടെ ഭാഗമായി മരവിപ്പിച്ച തുക വിവിധ ബാങ്കുകളുടെ കറന്റ് അക്കൗണ്ടുകളിലാണുള്ളത്. പണം പലിശയുള്ള ട്രഷറിയുടെ ഡെപ്പോസിറ്റ് ആക്കുന്നത് കമ്പനിയുടെ തട്ടിപ്പിനിരയായവർക്ക് പണം തിരിച്ചു കൊടുക്കാൻ പ്രയോജനപ്രദമാകും എന്ന് വിലയിരുത്തിയാണ് ഇപ്പോൾ കോടതി ഇത്തരത്തിൽ ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ ഹർജി ഓഗസ്റ്റ് 13 വീണ്ടും പരിഗണിക്കാനായി മാറ്റിയിട്ടുണ്ട്. ശരി ഷപ്ന.